ഈ പെൺവാണിഭം, കച്ചവടം, സുഖമനുഭവിക്കൽ, സന്തോഷം പങ്കുവെക്കൽ ഒക്കെ നമ്മൾ വെറും നിസ്സാരമായ ഒരു മാങ്കൂട്ടം പ്രശ്നമായിട്ടാണ് ചുരുക്കി കാണുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു മുകേഷ് വിഷയമായി അല്ലെങ്കിൽ ഒരു സരിതാ കേസുമായി ഒക്കെ നമ്മൾ അതിലേക്കങ്ങ് ഒതുക്കി കാണുകയാണ്. എന്നാൽ സംഗതി ഇതൊന്നുമല്ല. ലോകത്തിൻ്റെ ഗതിവിധികൾ നിർണ്ണയിക്കുന്ന ഒരുപാട് ഗൗരവമായ ഇത്തരം നിമിഷങ്ങളുടെ ചിത്രങ്ങൾ അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നു തുടങ്ങി. എപ്സ്റ്റീൻ ഫയലുകൾ എന്ന പേരിൽ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ വളരെ സ്വകാര്യമായ ഒരു ദ്വീപിൽ ലോകത്തെ ഏറ്റവും അതിപ്രശസ്തരായ ആളുകൾ, ബിൽ ക്ലിൻ്റൺ, അതുപോലെ സ്റ്റീഫൻ ഹോക്കിംഗ്, പിന്നെ വലിയ വലിയ ബോളിവുഡ് നടന്മാർ, പല ലോക നായകന്മാരും, പല രാജ്യങ്ങളിലെയും ഗംഭീരന്മാർ ഒക്കെ ഈ ദ്വീപുകളിൽ ചെന്ന് സന്തോഷപൂർവ്വം അവരുടെ ആനന്ദം ചെലവഴിക്കുന്ന സ്വകാര്യ നിമിഷങ്ങളുടെ ചിത്രങ്ങളെയാണ് എപ്സ്റ്റീൻ ഫയലുകളെന്ന് പറയുന്നത്. സംഗതി അവരവർ സ്വന്തമായി ആഘോഷിച്ചതാണെങ്കിലും ഇതിനുവേണ്ടി ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ആൾ തൻ്റെ കാമുകിമാരെ ഉപയോഗിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്നും 16ഉം 15ഉം ഒക്കെ വയസ്സുള്ള നിരവധി പെൺകുട്ടികളെ കടത്തിക്കൊണ്ട് പോയാണ് ഈ ആഗോള മിടുക്കന്മാർക്ക് കാഴ്ചവെച്ചത്. ആ കാഴ്ചവെച്ച സംഗതികൾ ഒരു കുറ്റകൃത്യമായി പുറത്തു വരികയും അത് പുറത്തുവിടുന്നതിന് US സെനറ്റ് അംഗീകാരം കൊടുക്കുകയും, ഇവിടുത്തെ പോലെയല്ല, ഇവിടെ പിന്നെ ചാനലുകാർക്ക് ലീക്കാക്കി കൊടുത്ത് നമ്മുടെ ട്രീ കട്ടർ ചാനൽ പോലെയുള്ള ചാനലുകൾ, നമ്മുടെ ന്യൂസ് മലയാളം പോലെയുള്ള ചാനലുകൾ, അതുപോലെ മറ്റ് ചാനലുകളൊക്കെ അറ്റവും മുറിയൊക്കെ വീതമാണ് വിടുന്നതെങ്കിൽ ഇത് സെനറ്റിൽ വെച്ച് ഇതെല്ലാം പുറത്തു വിടട്ടെ എന്ന് ചോദിച്ചു. സെനറ്റ് അംഗീകാരം കൊടുത്തു. അതിന് കൊടുത്തിരുന്ന കാലാവധി 19-ാം തീയതി വരെയാണ്. ഇന്നിപ്പോൾ 20-ാം തീയതിയാണ്. ഇന്ന് അതിൻ്റെ 1-ാം ഘട്ടം പുറത്തിറങ്ങിയതായി വാർത്ത വന്നിട്ടുണ്ട്. 1-ാം ഘട്ടത്തിൽ ബിൽ ക്ലിൻ്റൺ സാറിൻ്റെ കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹം തരുണീ മണിമാരോടൊപ്പം നീന്തി തുടിക്കുന്നതും കറങ്ങുന്നതും ഇരിക്കുന്നതും ഹോട്ട് ടബിൽ കിടക്കുന്നതും ഒക്കെയായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതൊരു വളരെ സ്വകാര്യമായൊരു ഐലൻഡാണ്, ദുരൂഹമായൊരു ഐലൻഡാണ്. ആ ഐലൻഡിൽ അവിടെ എത്തി ആനന്ദം ചെലവഴിച്ച ആനന്ദതുന്തിലന്മാരായ ലോകോത്തര നായകന്മാരുടെ വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. US നീതിന്യായ വകുപ്പാണ് ഇത് പുറത്തുവിടുന്നത്. അത് ട്രംപിൻ്റെ ഭരണകൂടത്തിൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ട്രംപിനും ഫെഡറൽ ഗവൺമെൻറ്റിനും ബുദ്ധിമുട്ടുള്ളതൊന്നും വരില്ല. അതിൽ മച്ചമ്പിയൊക്കെ ഉണ്ടെന്നുണ്ട്, പക്ഷെ മച്ചമ്പിയുടെ ഒന്നും ചിലപ്പോൾ പുറത്തു വിടില്ല. എന്നാൽ മച്ചമ്പിക്ക് ആവശ്യമുള്ളതെല്ലാം പുറത്തു വിടും, മച്ചമ്പി ഉദ്ദേശിക്കുന്നവരുടെ എല്ലാം. അങ്ങനെ 1-ാം ഘട്ടമായി ബിൽ ക്ലിൻ്റൺ വന്നിട്ടുണ്ട്, ചില പേരുകളും വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിലൊക്കെ ചില പേരുകൾ ചിലയിടത്തൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെയും ഒക്കെ അതിൽ ചില വാർത്തകളായി ഇങ്ങനെ പറ്റിച്ചു വെച്ചിട്ടുണ്ട്. ചിലരൊക്കെ ചിലതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ പറയുന്നതൊക്കെ അത്രമേൽ ഗൗരവമുള്ളതായതുകൊണ്ട് അതൊന്നും തെളിവുകളില്ലാതെ പറയുന്നത് ശരിയല്ല. സംഗതി വന്നു തുടങ്ങി. ഇനി ഒരുപാട് ആളുകളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന ദിവസങ്ങളായിരിക്കും. ബിൽ ക്ലിൻ്റൻ്റെ ഒക്കെ ചിത്രങ്ങളിൽ നീന്തി തുടിക്കുന്നവരുടെ മുഖമൊക്കെ മറച്ചിട്ടുണ്ടെങ്കിലും ബാക്കിയൊക്കെ കണ്ടാൽ മനസ്സിലാവുന്നവരായിരുന്നു പലരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ ഇനി കേവലം ഒരു മാങ്കൂട്ടത്തിൽ വിഷയമായോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീഡനങ്ങളായോ ഒക്കെ മാറ്റുന്നതിനപ്പുറം അന്താരാഷ്ട്ര വാണിജ്യ മൂല്യമുള്ള, അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കുന്ന, ആഗോള ഗ്ലോബൽ ലോബിയിങ്ങിന് സഹായിക്കുന്ന, ഗ്ലോബൽ ബ്ലാക്ക് മെയിലിങ്ങിന് സഹായിക്കുന്ന രേഖകളാണ് മച്ചമ്പിയുടെ കിട്ടിയിട്ടുള്ളത്. സംഗതി ഇതും ട്രംപ് മച്ചമ്പിയും കൂടെ ആകുമ്പോൾ അങ്ങ് പൊളിക്കും. പൊളിച്ച് അടുക്കും. കാത്തിരിക്കാം അടുത്തതൊക്കെ എന്തൊക്കെയാണെന്നറിയാൻ.